ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാവായിട്ടുള്ള അമാനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്യാനായി ഡൽഹി പോലീസ് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പിടികൂടാനായി പല സ്ഥലങ്ങളിലായി ഡൽഹി പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹം ഇപ്പോൾ അബ്സ്കോണ്ട് ആയിരിക്കുന്നു, ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ജാമിയ നഗറിൽ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹമാണ് നേതൃത്വം നൽകിയത് ഈ ആക്രമണം നടത്താൻ. ഓഖ്ല MLA ആണ് അമാനത്തുള്ള ഖാൻ. ഈ അമാനത്തുള്ള ഖാനെതിരെയാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും ജാമ്യ നഗറിൽ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയതിന് നേതൃത്വം നൽകിയതായി ആരോപിക്കപ്പെടുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇന്ന് ഒന്നിലധികം സ്ഥലങ്ങളിലാണ് ഇദ്ദേഹത്തിനായി ഡൽഹി പോലീസ് റെയ്ഡ് നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തിടെ സമാപിച്ച ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓഖ്ല മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹം വിജയിച്ചിരുന്നു. BJPയുടെ മനീഷ് ചൗധരിയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. കേസ് ഫയൽ ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ജാമിയ നഗർ സൗത്ത് ഈസ്റ്റ് ജില്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ഡൽഹി പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ അദ്ദേഹത്തിനായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചത്. 3 തവണ MLA ആയ ഇയാൾ കൊലപാതക ശ്രമക്കേസിലെ പ്രതിയായിട്ടുള്ള ഷഹബാസ് ഖാനെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ റഡാറിൽ തന്നെയാണുള്ളത്. അങ്ങനെ കൊടും കുറ്റവാളികളുമായിട്ടാണ് ഇദ്ദേഹത്തിന് ബന്ധം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നീക്കം ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത്. ആം ആദ്മി MLAയുടെ അനുയായികൾ പോലീസ് സംഘത്തെ നേരിട്ടതായും പറയുന്നു. അതായത് പോലീസ് ഇദ്ദേഹത്തെ പിടിക്കാൻ വരുമ്പോൾ MLAയുടെ അനുയായികളായിട്ടുള്ള മറ്റ് ആം ആദ്മി പാർട്ടിയുടെ അണികൾ പോലീസിനെ നേരിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് കസ്റ്റഡിയിൽ നിന്ന് ഷഹബാസ് ഖാനെ രക്ഷപ്പെടാൻ ഈ അണികളടക്കം സഹായിച്ചുവെന്നും പറയുന്നുണ്ട്. ഷഹബാസ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ അമാനത്തുള്ള ഖാനെതിരെ 2ാമത്തെ കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ആഴ്ച അമാനത്തുള്ള ഖാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ചൊവ്വാഴ്ച രാത്രി സാക്കിർ നഗറിൽ 100-ലധികം അനുയായികൾക്കൊപ്പം മിസ്റ്റർ ഖാൻ പ്രചരണം നടത്തുന്നത് കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തത്. പൊതുപ്രവർത്തകരുടെ ഉത്തരവുകൾ അനുസരിക്കാത്തതിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 223, വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് 48 മണിക്കൂർ കാലയളവിൽ പൊതുയോഗങ്ങൾ നിരോധിക്കുന്ന 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സെക്ഷൻ 126 എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ള ഒരു MLA മാരിൽ ഒരാളാണ് അമാനത്തുള്ള ഖാൻ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.